ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അഹ്കാമു തജ്വീദിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറ്റു ചോദ്യപേപ്പറുകളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ഇന്നത്തെ ചോദ്യപേപ്പർ നോക്കാം. എന്താണ്? കോളത്തിൽ ശരി രേഖപ്പെടുത്താനാണ്. ഒന്നാമത്തത് സുമ്മ ഇന്ന അലൈന എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ. എപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളെയാണ് മണിച്ച് ഓതേണ്ടത് നമുക്കറിയാമല്ലോ അല്ലേ? ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനുമാണ്. അപ്പോൾ ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ 2 എണ്ണമാണ്. 2 എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം കേട്ടോ. അടുത്തതാ ഹിതാമഹു മിസ്കുൻ. ഇതിൽ നീട്ടി ഓതേണ്ടത് ഇവിടെ ഹ അല്ലേ, ഹഇനെ നീട്ടി ഓതണം. പിന്നെ താഇനെ ഹിതാ. അപ്പോൾ ഹഉം താഉം ഇവിടെ താ ഹ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനിയാ വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ. ഇതിൽ തൻവീനുള്ള അക്ഷരങ്ങൾ വുജൂഹുൻ യൗമഇദിൻ അല്ലേ. പിന്നെ മുസ്ഫിറത്തുൻ ഇവിടെയും വന്നു. അപ്പോൾ എത്ര അക്ഷരങ്ങൾക്ക് തൻവീനുണ്ട്? 3 അക്ഷരങ്ങൾക്ക് 3. അപ്പോൾ 3 എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ അസ്ഹാബുൽ മൈമന എന്നതിൽ ഉച്ചരിക്കരുത് ഈ അലിഫിനല്ലേ. അസ്ഹാബുൽ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ അലിഫിനെ ഉച്ചരിക്കൂല. അപ്പോൾ അലിഫ് എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. ഇനിയാ വ ഇദസ്സമാ. ഇതിൽ കൂടുതൽ നീട്ടി ഓതണം. സമാ മീമിനെയാണ് കൂടുതൽ നീട്ടിയത്. ഇതാ എന്നതിൽ അലിഫുള്ളൂ. ഇവിടെ അലിഫുണ്ട്, മുകളിൽ കൂടുതൽ നീട്ടാനുള്ള മദ്ദും ഉണ്ട്. അപ്പം മീമിനെ എന്ന് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തതാ വ ഇദാ കാലൂഹും അവ്വസനൂഹും. ഇതിലുള്ള വാവുകൾ, ഇതിൽ എത്ര വാവുണ്ട്? 1 2 3 4 5. 5 വാവുണ്ട്. മദ്ദക്ഷരായിട്ട് വന്നതുകൊണ്ട് അക്ഷരങ്ങളായിട്ട് ഹർഫോട് കൂടിയിട്ട് വന്ന അക്ഷരങ്ങളുമായിട്ട് വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ 5 സ്ഥലങ്ങളിൽ വാവുണ്ട് കേട്ടോ. അടുത്തതാ ഹ എന്ന അക്ഷരമുള്ള വാക്ക്. ഹ പുള്ളിയുള്ള ഹ ഉള്ളത് യഹ്ഷാഹ ചേർത്ത് എഴുതുമ്പോൾ ഹ എഴുതുന്നതില്ലേ. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അപ്പോൾ ജീമും ഹയും ഒക്കെ പുള്ളിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കി അടയാളപ്പെടുത്തും. ഇതുപോലെ തന്നെയാണ് അയിന് വരും. പുള്ളിയുള്ള അയിനും അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്തത് ഫ അദലക്ക എന്നതിലെ 2ാമത്തെ അക്ഷരം അയിന് അല്ലേ. അയിനാണ്, പുള്ളിയില്ലാത്ത അയിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെ അവർ ചേർത്ത് എഴുതുമ്പോൾ ഇടുന്നത് കേട്ടോ. അടുത്തതാ ഷദ്ദുള്ളപ്പോൾ മണിച്ചോതേണ്ട അക്ഷരങ്ങൾ. ഷദ്ദുള്ളപ്പോൾ മണിച്ചോതേണ്ട അക്ഷരമാണ് മീമും നൂനും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ. അടുത്ത തർഹഖുഹ എന്നതിലുള്ള അക്ഷരങ്ങൾ. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? താ റാ ഹാ ഖാഫ് ഹാ ഇവിടെ നീട്ടാൻ അലിഫും. അപ്പോൾ എത്ര എണ്ണം വന്ന്? 1 2 3 4 5 6 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ 6 എന്നത് നമ്മൾ ടിക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എണ്ണാനും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. മദ്ദക്ഷരമായ അലിഫ് വാവ് യാ ഇത് വരുമ്പോൾ കേട്ടോ. പിന്നെ ചെറിയ വാവും യാ ഒക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. വാവ് സ്വൈർ യാ സ്വൈർ. അതാവുമ്പോൾ നമ്മൾ ആ ചെറിയ അക്ഷരങ്ങളെ ഒരു അക്ഷരമായിട്ട് എണ്ണൂല. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തതാ ചേരുമ്പടി ചേർക്കാനാണ്. ആദ്യത്തെ അക്ഷരം ഓയിന്, പുള്ളിയുള്ള ഓയിനാണ്. അതുകൊണ്ട് തുടങ്ങുന്നതാ ഓബറ. അപ്പോൾ അത് സി എഴുതാം. അടുത്തത് ആദ്യത്തെ അക്ഷരം അയിന്, പുള്ളില്ലാത്ത അയിന് വന്നത് ഇളാമൻ. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ ആദ്യത്തെ അക്ഷരം തോ. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. ഇനി ആദ്യത്തെ അക്ഷരം ലോദ്, പുള്ളിയുള്ള ലോദാണ്. ലോദ് സോദ് അയിന് ഓയിന് ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ആദ്യത്തെ അക്ഷരം സോദാണ്. സോഹിബുക്കും. അപ്പോൾ ഇതിൻ്റെ ഡിയും എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക്
മനസ്സിലാക്കി കൊടുക്കണം. എന്നാലാണ് ഇതുപോലെ അണ്ടർലൈൻ ചെയ്യാനും ടിക്ക് ചെയ്യാനും മാച്ച് ചെയ്യാനൊക്കെ കഴിയുള്ളൂ കേട്ടോ. അടുത്തതാ ലഹു മിൻ എന്നതിലെ ഡേഷിനെ നീട്ടി ഓതണം. നേരത്തെ പറഞ്ഞ ചെറിയ വാവ്, അപ്പോൾ ഇതിനെ എണ്ണുമ്പോൾ ലാമ് ഹ, ഈ വാവിന് എണ്ണണ്ട, പിന്നെ മീമ് നൂൻ, അങ്ങനെ എണ്ണണം കേട്ടോ. ലഹു മിൻ എന്നതിൽ നീട്ടി ഓതേണ്ടത് ഹ ഇനെയാണ്. ഹ ഇനെ നീട്ടാനാണ് ഈ ചെറിയ വാവ് ഇട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹ എന്ന് എഴുതി കൊടുക്കാം. ഇനി ബിൽ ഹസിലി എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ബിൽ എന്നതിൽ ഇവിടെ ഒരു അലിഫ് ബായിനോട് ചേർത്തിട്ട്, അപ്പോൾ അവിടെ നമുക്ക് അലിഫ് എന്ന് എഴുതി കൊടുക്കാം. ജഹന്നമ എന്നതിൽ മണിച്ചോദണം, ശദ്ദുള്ള നൂനില്ല, അപ്പോൾ നൂനിനെ മണിച്ചോദണം. അടുത്തതാ അസ് എന്നതിൽ എത്ര ഐനുകളുണ്ട് എന്ന്. അല്ല, ഇവിടെ ഫസ്റ്റ് വന്നു, ഇവിടെ ഇടയിൽ ചേർത്ത് എഴുതിയപ്പോൾ എഴുതി, അപ്പോൾ 2 എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. 2 ഐനുകളുണ്ട്. ഇനി കല്ലാ ഇന്നഹ എന്നതിലെ ലാമിനെ ഡേഷ് നീട്ടി ഓതണം. കല്ലാ ഇന്നഹ എന്നതിലെ ലാമിന് അലിഫും ഉണ്ട് മദ്ദും ഉണ്ട്. അപ്പോൾ എന്താ, ലാമിനെ കൂടുതൽ നീട്ടി ഓതണം എന്ന് എഴുതിയാൽ മതി. കൂടുതൽ എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. കൂടുതൽ നീട്ടി ഓതണം. അപ്പോൾ ഇവിടെ അലിഫ് കൊണ്ട് വരുന്ന ഹ എന്ന് നീട്ടിനേക്കാളും കൂടുതൽ നീട്ടണം എന്നതാണ് നമ്മൾ ഈ മുകളിൽ ഈ മദ് വരുമ്പം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ കൂടുതൽ നീട്ടി ഓതണം. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം ഇതാണ്. ഫസ്ലുൻ എന്നതിലെ 2ാമത്തെ അക്ഷരം സോദ്. അപ്പോൾ അത് സോദും ലോദും, ഉള്ളിലുള്ള ലോദും തോവും ലോവും ഐനും ഒയിനും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതോ ലഹുൽ മുൽക്ക് എന്നതിലെ ഹ ഇനെ എങ്ങനെ ഓതണം? ഹ ഇനെ നീട്ടി ഓതണം എന്ന് എഴുതിയാൽ മതിട്ടോ. ഇവിടെ വാവ് സ്വൈര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്നതിലെ ഹ ഇനെ നീട്ടി ഓതണം. നീട്ടി എന്നൊക്കെ ഇവിടെ നോക്കിയിട്ട് കുട്ടികൾ തെറ്റില്ലാതെ എഴുതണം കേട്ടോ. അതൊക്കെ എങ്ങനത്തെ വേർഡ്സുകൾ, നീട്ടി, മണിക്കണം, കൂടുതൽ നീട്ടണം എന്നതൊക്കെ കുട്ടികൾ നന്നായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ അക്ഷര തെറ്റില്ലാതെ നമുക്ക് എഴുതാൻ കഴിയും. ഇനിയാ വഹുവൽ ഒഫൂർ എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? വഹുവൽ ഒഫൂർ എത്ര അക്ഷരങ്ങളാണ്? വാവ്, ഹ, വാവ്, അലിഫ്, ലാമ്, ഖൈന്, ഫാ, വാവ്, റാ. അപ്പോൾ 9 അക്ഷരങ്ങളുണ്ട്. വഹുവൽ ഒഫൂർ എന്നത് ഈ അലിഫിനൊക്കെ ചേർത്തിട്ട് എണ്ണ മധ്യക്ഷരമായ വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇനി വല്ലയിലി എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത്? നമ്മൾ ഈ അലിഫ് അല്ലേ, സ്വാദിൻ്റെ തല പോലെ ഇടുന്ന ഫതഹ അല്ലേ, അതിൽ അലിഫിനെ ഉച്ചരിക്കൂല. ഇടയിൽ വരുമ്പോൾ ആദ്യത്തിലാണെങ്കിൽ ഉച്ചരിക്കും. അപ്പോൾ അത് ഉച്ചരിക്കാത്തത് അലിഫ് എന്ന് എഴുതി കൊടുത്താൽ മതി. അടുത്തതോ അൻജഅഹുൽ അഅ്മ എന്നതിൽ കൂടുതൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏതാണ്? നമ്മൾ പറഞ്ഞില്ല, അലിഫും ഈ മുകളിലെ മദ്ദും കൂടി വരുന്ന അക്ഷരമാണ്. അപ്പോൾ നമുക്ക് ജീമിനെയാണ് കൂടുതൽ നീട്ടി ഓതേണ്ടത്. കൂടുതൽ നീട്ടി എഴുതി പഠിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ എഴുതി അല്ലേ കൂടുതൽ. അപ്പോൾ മനസ്സിലാക്കുക, ജീമിനെയാണ് കൂടുതൽ നീട്ടിയത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മിമ്മ ഹുലിക്ക എന്നതിൽ 2ാമത്തെ മീമിനെ മണിച്ചോദണം. കാരണം എന്ത്? 2 മീമ് വന്നു. അപ്പോൾ 2ാമത്തെ മീമിനെ മണിക്കണം. കാരണം എന്തായിരുന്നു? അത് ഷദ് വന്നിട്ടുണ്ട് അല്ലേ. ഷദ് വന്നതുകൊണ്ടാണ് മീമിനെ മണിച്ചോതിയത്. ഷദ് വന്നു എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഷദ്ദുള്ളപ്പോൾ മണിച്ചോതിയ അക്ഷരം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് അവിടെയൊക്കെ നോക്കി തെറ്റില്ലാതെ എഴുതാൻ കഴിയണം കേട്ടോ. ഷദ് വന്നതാണ് കാരണം. അടുത്തതാ ലഹുൽ മുൽക്ക് എന്നതിലെ ഹ ഇന് ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിനാണ്? ഹ ഇനെ നീട്ടാൻ. ലഹുൽ മുൽക്ക് എന്നതിലെ ഹ ഇനെ നീട്ടാനാണ് ചെറിയ വാവ് കൊടുത്തത്. അപ്പോൾ ഹ ഇനെ നീട്ടാൻ എന്ന് എഴുതിയാൽ മതി. ഇനിയാ മിം വറാഇഹിം എന്നതിൽ റാ ഇന് ശേഷം ഈ മദ്ദിൻ്റെ അടയാളം കൊടുത്തത് എന്തിനാണെന്നാണ്? വറാ അലിഫും മുകളിൽ മദ് അല്ലേ. എന്തിനാ കൊടുത്തത്? നമ്മൾ നേരത്തെ അവിടെയൊക്കെ പറഞ്ഞില്ലേ, റാഇനെ കൂടുതൽ നീട്ടാനാണ്. റാഇനെ കൂടുതൽ നീട്ടാനാണ് ഇത് കൊടുത്തത്. അടുത്തതോ
ഫീ അഹ്ലിഹി എന്നതിൽ ഹായിന് ശേഷം ചെറിയ യാ കൊടുത്തത്. യാ വാവ് നേരത്തെ നമ്മൾ കണ്ടു. യാ കൊടുക്കൽ ഇങ്ങനെയാണ്, എന്തിനാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഹായിനെ, ഇവിടെയും ഹായിനെ നീട്ടാനാണ്. യാ കൊടുത്തത് ഹായിനെ നീട്ടാനാണ് എന്ന് എഴുതണം. അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരിക. മനസ്സിലായില്ലേ? ഇവിടെ വന്ന മിൻ വറാഇഹി എന്ന് വന്നതിന് പകരം മിൻ ജാ എന്നായിരിക്കും തരിക. പക്ഷേ ചോദ്യം ഇതെന്തിനാണ് കൊടുത്തതെന്നാണ്. അപ്പോൾ ജീമിനെ കൂടുതൽ നീട്ടാനാണ്. അങ്ങനെ അക്ഷരങ്ങൾ ഒക്കെ മാറുകയാണ് ചെയ്യുള്ളൂ. ചോദ്യം അതുപോലെ തന്നെയാണ് വരിക. ഇങ്ങനെ വരുന്ന ലഹുൽ മുൽക്ക്, ഫീ അഹ്ലിഹി എന്നതൊക്കെ വേർഡ്സുകൾ മാറി വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഹായിനെ നീട്ടിയത്, എന്താണ് ഇവിടെ ചെറിയ വാവ് കൊടുത്തത്, എന്താണ് ചെറിയ യാ കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തജ്വീദിന് വരിക. അപ്പോൾ കുട്ടികൾ വേറെ ഏത് വേർഡ്സ് കണ്ടാലും അതൊന്ന് ചെറിയ വാവ് വന്നത് എന്തിനാണ്, ചെറിയ യാ വന്നത് എന്തിനാണ്, ആ അക്ഷരത്തെ കൂടുതൽ നീട്ടണം എന്തുകൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക, എഴുതാനും പഠിക്കുക. അടുത്ത ചോദ്യം എന്താണ്? ലാ യസ്ജുദൂൻ എന്നതിലുള്ള 8 അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എടുത്ത് എഴുതണം. അങ്ങനെ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലാ എന്ന് എഴുതുമ്പോൾ ലാമുണ്ട്, അലിഫുണ്ട്. മനസ്സിലായോ? ലാമുണ്ട്, അലിഫുണ്ട്. ഇതുപോലെ തന്നെ വേറൊരക്ഷരം മാ അഴുബുദാണെങ്കിൽ ഇവിടെ മാ എന്നതിൽ മീമും അലിഫും ഉണ്ട്. അതിങ്ങനെ 2 കള്ളിയിലേക്കാക്കി എഴുതാൻ കുട്ടികൾ മറന്നു പോകരുത്. അപ്പോഴാണ് നമ്മളെ കള്ളിയിലെ ഫുൾ അക്ഷരങ്ങൾ വരുള്ളൂ. ഇനി ഇതിലിങ്ങനെ ചെറിയ വാവോ ചെറിയ യാവോ ഉണ്ടെങ്കിൽ അതിനൊരു കള്ളിയിൽ എഴുതുന്നത് അക്ഷരമായിട്ട് എടുത്ത് എഴുതരുത്. ചെറിയ അക്ഷരത്തെ വലുതിലേക്ക് കൂട്ടി എണ്ണാൻ പാടില്ല. അപ്പോൾ ഇവിടെ ലാമ്, അലിഫ്, പിന്നെ യാ, പിന്നെ സീന്, പിന്നെ ജീമ്, ദാല്, പിന്നെ വാവ്, മദ്ദക്ഷരമായ വാവ്, പിന്നെ നൂന്. ഇങ്ങനെ എഴുതിയാലാണ് നമുക്ക് ഫുൾ അക്ഷരങ്ങളും ഫുള്ള് കള്ളിയിലാവുള്ളൂ. ഇവിടെ ലാ എന്നത് അലിഫ് എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കി ഒരു കള്ളി വേസ്റ്റ് ആവും അല്ലേ, എഴുതാൻ അക്ഷരം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയാണ് അഹ്കാമു തജ്വീദിൻ്റെ ഈ ചോദ്യ പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വിദേശ നാടുകളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ അവരൊക്കെ ഉപകാരപ്പെടുത്തുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.